വീഡിയോയുടെ താഴെ ലിങ്ക് കൊടുത്തേക്കാം. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പേജിലേക്ക് ആയിരിക്കും പോകുന്നുണ്ടായിരിക്കും. മണ്ടയിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ക്ലിക്ക് ഹിയർ ടു സർവേ എന്ന് പറഞ്ഞൊരു നീല ഐക്കൺ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അവിടെ ജസ്റ്റ് പിടിച്ച് ക്ലിക്ക് ചെയ്യാം കേട്ടോ. അവിടെ ക്ലിക്ക് ചെയ്ത് ഒരു 15 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും 15 സെക്കൻഡിനുള്ളിൽ സംഭവം റീഡയറക്റ്റ് ആവുന്നവർ പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് 15 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. സ്കിപ്പ് അടിക്കാണ്ട് ഫുള്ളായിട്ടൊന്ന് കാണുക, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ 0 സെക്കൻഡ്സ് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഇന്റർഫേസ് ആയിരിക്കും വരുന്നുണ്ടായിരിക്കും. അടിയിലായിട്ട് റിവ്യൂവർ സൊസൈറ്റി ഓർ ലൊക്കാലിറ്റി എന്ന് പറയുന്ന സംഭവം കൊടുത്തിട്ടുണ്ട്. അവിടെ കുറച്ച് ഓഫേഴ്സ് ആൻഡ് ടേംസ് ആൻഡ് കണ്ടീഷൻ ഒക്കെ പറയുന്നുണ്ട്. 150 രൂപ നമ്മുടെ ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഓഫറാണ്. 99 ഏക്കേഴ്സ് എന്ന് പറഞ്ഞൊരു സൈറ്റാണ്. കുറച്ച് പേർക്ക് അറിയത്തില്ലായിരിക്കും. നിങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് ചെയ്യാം കേട്ടോ, കാരണം 150 രൂപ ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അവിടെ ചില സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട്, പൂനെ, ബംഗളൂരു അങ്ങനെയൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് ബംഗളൂരു അടിച്ച് നോക്കാം. പക്ഷേ ബംഗളൂരു അവിടെ അത്രയ്ക്ക് സെറ്റ് ആവുന്നില്ല. നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ബംഗളൂരു അടിക്കുമ്പോൾ അത് ഇൻവാലിഡ് എന്നൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പൂനെ നിങ്ങൾ സെലക്ട് ചെയ്യാം കേട്ടോ. അവിടെ ഒരു വാണിങ്ങിൻ്റെ ചിഹ്നം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പൂനെന്ന് സെർച്ച് ചെയ്യുക. പൂനെന്ന് സെർച്ച് ചെയ്യുമ്പോൾ കുറേ സംഭവം വരുന്നതായിരിക്കും. ഞാനിപ്പോൾ റാവറ്റ് അങ്ങനെ പറഞ്ഞൊരു സ്ഥലം സെർച്ച് ചെയ്തിട്ടുണ്ട്, അവിടെ കൺഫേം ആക്കിയിട്ടുണ്ട്. അതിന് ശേഷം ഏറ്റവും അടിയിലായിട്ട് ഓണർ എന്ന് പറഞ്ഞൊരു സംഭവം അത് മാത്രമേ ചെയ്യുള്ളൂ, വേറെ ഒന്നും ചെയ്തേക്കില്ല. ഓണറെ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അവിടെ കുറച്ച് റിവ്യൂസും കാര്യങ്ങളൊക്കെ കൊടുക്കാനൊരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒരു 4 സംഭവം കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ നിങ്ങൾ 4 സ്റ്റാർ കൊടുക്കുക, രണ്ടാമത്തേന് 5 സ്റ്റാർ കൊടുക്കുക, ഒന്നെങ്കിൽ മൂന്നാമത്തെ 4 സ്റ്റാർ കൊടുക്കുക, അഞ്ചാമത്തെ 5 സ്റ്റാർ കൊടുക്കുക. അങ്ങനെയൊക്കെയാണ് നിങ്ങൾ മാറ്റി ചെയ്യണം. എന്ന് വെച്ചാൽ 4ഉം 5ഉം മാത്രമേ കൊടുക്കാവുള്ളൂ. എന്ന് വെച്ചാൽ ഫുള്ള് നിങ്ങൾ 4 കൊടുക്കരുത്, ഫുള്ള് നിങ്ങൾ 5 സ്റ്റാറും കൊടുക്കരുത്. ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി. ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്ന സംഭവം അതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആദ്യത്തെ 2 5 സ്റ്റാർ കൊടുത്തിട്ട് രണ്ടാമത്തെ 2 നിങ്ങൾക്ക് വേണേൽ 4 സ്റ്റാറും കാര്യങ്ങളും കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുക, ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ. അതിനുശേഷം അവിടെ കുറച്ച് പോസിറ്റീവ്സ്, അതായത് ആ സ്ഥലത്തെ പറ്റി കുറച്ച് പോസിറ്റീവ്സ് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ കാണാൻ സാധിക്കും പോസിറ്റീവ്സും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. വേറെ നമുക്ക് 300 വേർഡ്സ് ഒന്നും തയ്ക്കേണ്ട ആവശ്യമില്ല, വെറും 100 വേർഡ്സ്. സിമ്പിളാണ്, 2 മിനിറ്റത്തെ പരിപാടിയുള്ളൂ. 2 മിനിറ്റത്തെ പരിപാടിയുള്ളൂ. അപ്പോൾ അവിടെ കാണാൻ സാധിക്കും അവിടെ സെലക്ട് അവരെ പോസിറ്റീവിന് അവിടെ പ്ലസ് ഐക്കണും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അത് ഫുള്ളായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കവിടെ കാണാൻ സാധിക്കും നമ്മുടെ 5 സ്റ്റാർ കൊടുത്ത സംഭവങ്ങൾ നിങ്ങൾ ഒരു കാരണവശാലും പോയി നെഗറ്റീവ്സിൽ കൊണ്ട് എഴുതിയേക്കില്ല, അത് പോസിറ്റീവ്സിൽ തന്നെ എഴുതുക. ഓക്കെ, 5 സ്റ്റാറിൽ എഴുതിയിരിക്കുന്ന സംഭവം നിങ്ങൾ പോസിറ്റീവിൽ എഴുതുക. നമ്മൾ 4 സ്റ്റാറിൽ എഴുതിയ സംഭവങ്ങളൊക്കെ നെഗറ്റീവിൽ കൊണ്ട് എഴുതുക. ഇനി നിങ്ങൾക്ക് ആ സ്ഥലത്തെക്കുറിച്ച് ഒന്നും അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്രോമിൽ പോയിട്ട് റാവറ്റ് പൂനെന്ന് സെർച്ച് ചെയ്യുക, റിവ്യൂ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ അവിടെ 99 ഏക്കേഴ്സിന് തന്നെ അവിടെ വരുന്നതായിരിക്കും. അവിടെ സൈറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ വേറെ ആൾക്കാരൊക്കെ റിവ്യൂ ചെയ്തതിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും സൈറ്റിലൊക്കെ കാണും, നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അവിടെ പൂനെ നെഗറ്റീവ് ഒക്കെ കൊടുക്കുവാണെങ്കിൽ നോ ഇലക്ട്രിക് അവൈലബിലിറ്റി അങ്ങനെ പറഞ്ഞ കുറേ സംഭവം കൊടുത്തിട്ടുണ്ട്. 100 വേർഡ്സ് തികച്ചാൽ മതി. സിമ്പിളാണ്. നമ്മളൊരു അടിച്ച് വരുമ്പോഴത്തേക്ക് 100 സെൻറ്റൻസ് ഒക്കെ കഴിയും. അത്രയ്ക്ക് സിമ്പിളാണ്. 100 വേർഡ്സ് മതി. ഓക്കെ, വേറെ സെൻറ്റൻസും കാര്യങ്ങളൊന്നും അല്ല. ഇപ്പോൾ അവിടെ കാണാൻ സാധിക്കും നമുക്കവിടെ 5 സ്റ്റാർ കൊടുത്ത് നിങ്ങൾ ഒരു കാരണവശാലും നെഗറ്റീവ്സിൽ കൊണ്ട് എഴുതിയേക്കല്ലേ, കാരണം പേയ്മെന്റ് കിട്ടത്തില്ല. കാരണം മാനുവലായിട്ട് ചെക്ക് ചെയ്യുന്നതാണ്, വേറെ ബോട്ടോ കമ്പ്യൂട്ടറോ കാര്യങ്ങളൊന്നും അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ 4 സ്റ്റാർ കൊടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവിൽ കൊണ്ട് എഴുതാൻ കുഴപ്പമില്ല. പക്ഷേ 5 സ്റ്റാർ കൊടുത്ത് നിങ്ങൾ മസ്റ്റായിട്ട് പോസിറ്റീവിൽ മാത്രം എഴുതാവുള്ളൂ. പോസിറ്റീവിൽ അത് നിർബന്ധമായിട്ട് എഴുതിയിരിക്കണം, എന്നാൽ അവർക്ക് മനസ്സിലാവുള്ളൂ നമ്മളിതല്ലാണ്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ റിവ്യൂ ചെയ്താന്ന് അവർക്ക് ചെറിയൊരു വിശ്വാസം വരുള്ളൂ. ഓക്കെ, അങ്ങനെ ചെയ്താൽ മാത്രമേ പേയ്മെന്റും കിട്ടുള്ളൂ. അപ്പോൾ അവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ കോപ്പി പേസ്റ്റ് പോയി ചെയ്യരുത്. ക്രോമിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് കോപ്പി പേസ്റ്റ് പോയി ചെയ്താൽ പേയ്മെന്റ് കിട്ടത്തില്ല. വേറെ കുഴപ്പമൊന്നുമില്ല, പേയ്മെന്റ് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വയമാസം നിങ്ങൾ ടൈപ്പ് ചെയ്യണം. വേറെ എവിടുന്നും കോപ്പി പേസ്റ്റും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ അടിക്കുന്ന നിങ്ങൾ കാണാൻ സാധിക്കുമല്ലോ. അതുപോലെ എന്ന് വെച്ച് ഞാനിപ്പോൾ ഇവിടെ അടിക്കുന്ന പോലെ തന്നെ നിങ്ങൾ അടിച്ചു വെച്ചേക്കല്ലേ. കാരണം അങ്ങനെ കുറേ പേർക്ക് അടിക്കുവാണെങ്കിൽ സ്പാം ആയി പോകും, നമുക്ക് പേയ്മെന്റും കാര്യം ആർക്കും കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ സ്വന്തമായ വേർഡ്സ് ഉണ്ടാക്കി കോമയിട്ട് എഴുതിയാൽ മതി, വേറെ ഇംഗ്ലീഷൊന്നും വേണമെന്നില്ല. അതിനുശേഷം നിങ്ങൾ അതൊക്കെ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ പേര്, അതുപോലെ ഇമെയിൽ, അതുപോലെ മൊബൈൽ നമ്പർ മസ്റ്റായിട്ട് നിങ്ങൾ പേജ് നമ്പർ കൊടുക്കാവുള്ളൂ. പിന്നെ അവിടെ ഒരു ടിക്ക് മാർക്ക് ഇടാൻ ചോദിക്കുന്നുണ്ട്. ഒരു കാരണവശാലും നിങ്ങൾ ടിക്ക് മാർക്ക് ചെയ്യരുത്. ഞാനിപ്പോൾ എങ്ങനെയാണ് സ്ക്രീനിൽ ഇരിക്കുന്നത് അങ്ങനെ തന്നെ ഇരിക്കുക. പേജ് നമ്പർ മാത്രമേ നിങ്ങൾ അവിടെ അടിച്ചു കൊടുക്കാവുള്ളൂ, എന്നാലേ റിവാർഡും കാര്യങ്ങളൊക്കെ വരുന്നത്. അവിടെ ഏത് നമ്പറാണ് കൊടുക്കുന്നത് അതിലേക്കായിരിക്കും 150 രൂപ പേറ്റിംഗ് ക്യാഷും കാര്യങ്ങളൊക്കെ വരുന്നത്. സംഭവം തീർന്നു. പോസ്റ്റ് നമ്പർ പിടിച്ച് ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് താങ്ക് യു ഫോർ പാർട്ടിസിപ്പൻറ്റ് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. 150 പേറ്റിംഗ് ക്യാഷ് ബാക്ക് ഇറ്റ്സ് ഓൺ ദ വേ. ഓക്കെ, വിത്തിൻ 1 മന്തിനുള്ളിൽ പേയ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. 1 മന്തൊന്നും വേണ്ട, 20 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് കിട്ടുന്നതായിരിക്കും. പ്രൂഫെല്ലാം ഞാൻ ടെലഗ്രാം ചാനൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിന് വേറെ കാരണം 99 ഏക്കേഴ്സ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സേഫ്റ്റി, നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ തരുന്നൊരു റിവ്യൂ സൈറ്റും കാര്യങ്ങളൊക്കെയാണ്. ആരും തന്നെ മിസ്സാക്കണ്ട. നിങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ചിലപ്പോൾ കിട്ടത്തില്ല, ചിലപ്പോൾ കിട്ടും. അപ്പോൾ ന്യൂ യൂസർ ആണെങ്കിൽ എല്ലാവർക്കും എന്തായാലും 150 രൂപ കിട്ടുന്നതായിരിക്കും വിത്തിൻ 1 മന്ത്. ഓക്കെ, ടൈം എടുക്കും, 20 ദിവസമൊക്കെ എടുക്കും പേയ്മെൻറ്റ് കിട്ടാൻ. പിന്നെ നമുക്ക് ഈ വഴിക്ക് പോകേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക്